നമസ്കാരം, ഞാൻ ശാലിനി. പ്രധാന വാർത്തകൾ. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. കാഞ്ഞിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. ബ്രെയിൽ സാക്ഷരതാ പദ്ധതിക്ക് ആദ്യ ചുവട്. പ്രവേശനോത്സവം നടത്തി 40% കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൽ ലിപിയിലൂടെ അക്ഷരലോകത്തേക്ക് എത്തിക്കും. പരാതി പരിഹാരത്തിനായി കരുതലും കൈത്താങ്ങും. ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്തിൽ പരാതി പ്രളയം. നടക്കാതെ പോയ പല കാര്യങ്ങൾക്കും അദാലത്തുകളിലൂടെ പരിഹാരം കാണാനായെന്ന് മന്ത്രി VN വാസവൻ. വാർത്തകൾ വിശദമായി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. വനിതാ അംഗത്തെ അസഭ്യം പറഞ്ഞതായുള്ള പരാതിയിൽ കേസെടുത്തിട്ടും അറസ്റ്റ് വൈകുന്നുവെന്നാരോപിച്ചായിരുന്നു പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ കാഞ്ഞിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. ബ്ലോക്ക് പഞ്ചായത്തിലെ ഓഡിറ്റ് അവലോകന യോഗത്തിനിടെ കേരള കോൺഗ്രസ് എമ്മിന്റെ അംഗങ്ങൾ തമ്മിലുണ്ടായ വാക്കുതർക്കം മൊബൈലിൽ ചിത്രീകരിച്ചെന്ന് പറഞ്ഞ് ജോളി മടുക്കക്കുഴി വനിതാ അംഗങ്ങളെ അസഭ്യം പറയുകയും മൊബൈൽ ഫോൺ എറിഞ്ഞുടയ്ക്കുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. കൂട്ടിക്കൽ ഡിവിഷൻ അംഗം അനു ഷിജു പോലീസിൽ പരാതി നൽകിയെങ്കിലും അറസ്റ്റ് വൈകുന്നതിൽ പ്രതിഷേധിച്ചായിരുന്നു പോലീസ് സ്റ്റേഷൻ മാർച്ച്. കോൺഗ്രസ് കാഞ്ഞിരപ്പള്ളി, കറുകച്ചാൽ, മുണ്ടക്കയം, പൂഞ്ഞാർ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. പേട്ടക്കവലയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് സ്റ്റേഷന് മുന്നിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു. തുടർന്ന് നടന്ന ധർണ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഈ പോലീസുകാരോടൊപ്പമുണ്ട്. ഞങ്ങൾക്ക് ഇവരോട് വിരോധമൊന്നുമില്ല. നിങ്ങൾ CPM-ന്റെ പാവങ്ങളായി മുന്നോട്ട് പോകുന്നു. അതിനകത്ത് ചില പോലീസുകാരോട് ഞങ്ങൾക്ക് വിരോധമുണ്ട്. നിങ്ങൾ കേസെടുത്തിരിക്കുന്നു, ഞങ്ങൾ നിങ്ങളെ അഭിനന്ദിക്കുന്നു. പക്ഷെ കേസെടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല. കേസെടുത്തുകൊണ്ട് എങ്ങനെ അവസാനിക്കുന്നത്? കേസെടുത്തുകൊണ്ട് അവസാനിക്കുന്നില്ല. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? പ്രതി ഇവിടെ തന്നെ ഉണ്ടല്ലോ, പരസ്യമായി ഇതിൽ നടപ്പുണ്ടല്ലോ. പ്രതിയെ അറസ്റ്റ് ചെയ്യാത്ത എന്താണ്? ഞങ്ങൾ ആവശ്യപ്പെടുന്നത് പ്രതിയെ അറസ്റ്റ് ചെയ്യണം. അതാണ് ഞങ്ങൾ ഈ സമരത്തിലൂടെ ആവശ്യപ്പെടുന്നത്. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് P. ജീരാജ് അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി PA സലീം, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ജോമോൻ ഐക്കര, ബിനു മറ്റക്കര, DCC ജനറൽ സെക്രട്ടറിമാരായ PA ഷമീർ, റോണി K. ബോബി, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു പത്യാല എന്നിവർ പ്രസംഗിച്ചു. ധർണയ്ക്കിടെ റോഡ് ഉപരോധിച്ച പ്രവർത്തകരെ പോലീസും നേതാക്കളും ചേർന്ന് നീക്കം ചെയ്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞിരപ്പള്ളി. സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടി തുടങ്ങി. 40% കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൽ ലിപിയിലൂടെ അക്ഷരലോകത്തേക്ക് എത്തിക്കുന്ന പദ്ധതിയാണിത്. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കാഴ്ച വെല്ലുവിളി നേരിടുന്നവർക്കായി സംസ്ഥാന സാക്ഷരതാ മിഷൻ തയ്യാറാക്കിയ ദീപ്തി ബ്രെയിൽ സാക്ഷരതാ പരിപാടികളുടെ ക്ലാസുകൾക്ക് തുടക്കമായി. 40% കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൽ ലിപിയുടെ അക്ഷരലോകത്തേക്ക് എത്തിക്കുന്ന പദ്ധതിയാണിത്. 46 പേരാണ് ബ്രെയിൽ ലിപി പഠിക്കുന്നതിന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. മാർച്ചിൽ പരീക്ഷ നടത്തുന്ന നിലയിൽ പഠനസമയം ക്രമപ്പെടുത്തും. ബ്രെയിൽ ലിപിയിൽ പ്രാവീണ്യമുള്ളവരെ 2 പേരെ ഇൻസ്ട്രക്ടറായി നിയോഗിച്ചിട്ടുണ്ട്. ഇവർക്ക് സാക്ഷരതാ മിഷൻ ഓഡിറ്റോറിയം നൽകും. ഞായറാഴ്ചകളിലാകും ക്ലാസുകൾ ക്രമീകരിക്കുക. കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡ് എന്ന സംഘടനയുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പിലാക്കുക. കോട്ടയം ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ബ്രെയിൽ ലിപിയുടെ പഠനോപകരണങ്ങൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വിതരണം ചെയ്തു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസ് പുത്തങ്കാല അധ്യക്ഷനായി. നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ മുഖ്യ അതിഥിയായിരുന്നു. സംസ്ഥാന സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ VV മാത്യു പദ്ധതി വിശദീകരണം നൽകി. ജില്ലാ സാക്ഷരതാ മിഷൻ കോർഡിനേറ്റർ KV രതീഷ്, കേരള ബ്ലൈൻഡ് ഫെഡറേഷൻ ഫോറം ജില്ലാ പ്രസിഡന്റ് തോമസ് മൈക്കിൾ, സെക്രട്ടറി E. യൂസഫ്, ഇൻസ്ട്രക്ടർ KK സോമസുന്ദരൻ, സെൻട്രൽ കോർഡിനേറ്റർ അന്നാമ K. മാത്യു, താര തോമസ് എന്നിവർ പ്രസംഗിച്ചു. ബ്രെയിൽ സാക്ഷരതാ പഠിതാക്കളുടെ കലാപരിപാടികളും നടന്നു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. മന്ത്രിമാർ നേതൃത്വം നൽകുന്ന ചങ്ങനാശ്ശേരി താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് നടന്നു. നടക്കാതെ പോയ പല കാര്യങ്ങൾക്കും അദാലത്തുകളിലൂടെ പരിഹാരം കാണാനായെന്ന് സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ പറഞ്ഞു. സാങ്കേതിക പ്രശ്നം മൂലം നടക്കാതെ പോയ പല കാര്യങ്ങൾക്കും പരിഹാരം കാണാനായി എന്നതാണ് അദാലത്തുകൾ കൊണ്ടുണ്ടായ നേട്ടമെന്ന് സഹകരണ, തുറമുഖം, ദേവസ്വം വകുപ്പ് മന്ത്രി VN വാസവൻ ചങ്ങനാശ്ശേരി താലൂക്കിലെ കരുതലും കൈത്താങ്ങും പരാതി പരിഹാര അദാലത്ത് ചങ്ങനാശ്ശേരി മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇതിൽ കൂടി നിരവധി പരാതികളാണ് പരിഹാരം കാണാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ നിരവധി പ്രാവശ്യം ഓഫീസുകൾ കയറിയിറങ്ങി പല രൂപത്തിലുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ മൂലം
നടക്കാതെ പോയ പല കാര്യങ്ങളുമാണ് ഈ അദാലത്തുകളിൽ നടക്കുന്നത് എന്നതാണ് ഇതിൽ അപേക്ഷ കൊടുത്തവർക്കുണ്ടാകുന്ന സംതൃപ്തികൾ. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതാണ് മുഖ്യമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. ഇവിടെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും അതിനോട് നല്ല നിലയിൽ സഹകരിക്കുന്നുണ്ട്. നിയമത്തിൽ അധിഷ്ഠിതമായി തന്നെ. എന്നാൽ നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ സാധിക്കാതെ വരുന്ന പശ്ചാത്തലമൊക്കെ ഇത്തരം അദാലത്ത് കാണാൻ കഴിയുന്നുണ്ട്. അതിന് ഗവൺമെൻറ്റിൻ്റെ ഇടപെടൽ കൂടി ചിലപ്പോൾ വേണ്ടി വരും. അത്തരം കാര്യങ്ങൾ കൈത്താങ്ങാകാൻ കരുതലോട് കൂടിയിട്ടുള്ള പദ്ധതികളാണ് ഈ അദാലത്തിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് ആമുഖ പ്രഭാഷണം നടത്തി. അഡ്വക്കേറ്റ് ജോബ് മൈക്കിൾ MLA, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ചങ്ങനാശ്ശേരി നഗരസഭാധ്യക്ഷ കൃഷ്ണകുമാരി രാജശേഖരൻ, പള്ളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രൊഫസർ ടോമിച്ചൻ ജോസഫ്, വാഴൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മുകേഷ് കെ മണി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച് 1 മാസം പിന്നിടുമ്പോൾ 22 കോടിയുടെ അധിക വരുമാനം. 4 ലക്ഷം തീർത്ഥാടകർ അധികമായി ദർശനം നടത്തിയതായും ദേവസ്വം അധികൃതർ അറിയിച്ചു. മണ്ഡല മകരവിളക്ക് മഹോത്സവം ആരംഭിച്ച് 29 ദിവസം പൂർത്തിയാകുമ്പോൾ 22,67,956 ഭക്തർ ശബരിമല ദർശനത്തിനെത്തി. കഴിഞ്ഞ വർഷം ഇതേ സമയം 18,16,913 ഭക്തരാണ് ദർശനത്തിന് എത്തിയത്. ഈ വർഷത്തെ 29 ദിവസത്തെ ആകെ വരുമാനം 169,89,20,204 രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 141,12,97,723 രൂപയായിരുന്നു. ഇത്തവണ 22,76,20,481 രൂപയുടെ അധിക വരുമാനമാണ് ഉണ്ടായതെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. അരവണയുടെ വിറ്റുവരവ് 82,67,67,050 രൂപയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 17,41,19,730 രൂപയുടെ അധിക വരുമാനമാണ് ഉണ്ടായത്. മുൻ വർഷത്തേക്കാൾ 4 ലക്ഷത്തിലധികം തീർത്ഥാടകരും അധികമായി എത്തിയിട്ടുണ്ട്. വരുന്നവർക്കെല്ലാം ദർശനം നടത്താനുള്ള സൗകര്യം ദേവസ്വം ബോർഡും സർക്കാരും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട്. ശബരിമല ദർശനത്തിനിടെ മരിക്കുന്നവർക്ക് സർക്കാർ 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷയും ഉറപ്പാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, പൊൻകുന്നം. പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിയിൽ ലോറിയും കാറും കൂട്ടിയിടിച്ച് പിഞ്ചുകുഞ്ഞ് ഉൾപ്പെടെ 3 പേർക്ക് പരിക്കേറ്റു. ഇന്ന് പുലർച്ചെ 3:30 പൂവരണിക്ക് സമീപം ചരളയിലായിരുന്നു അപകടം. കാർ യാത്രക്കാരായ എലിക്കുളം സ്വദേശികളായ ജയലക്ഷ്മി, ലോറൽ, ഹെയ്ലി എന്നിവരെ ചേർപ്പങ്കൽ മാർസ്ലീവ മെഡിസിറ്റിയിൽ പ്രവേശിപ്പിച്ചു. ലോറി ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകടത്തിന് കാരണമെന്ന് കരുതുന്നു. ശബരിമല കാനനപാതയിൽ വെച്ച് മരണമടഞ്ഞ തീർത്ഥാടകന്റെ ആശ്രിതർക്ക് സർക്കാർ പ്രഖ്യാപിച്ച ഇൻഷുറൻസ് തുക നൽകുമെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ശബരിമലയിലെത്തുന്ന ലക്ഷക്കണക്കിന് തീർത്ഥാടകർക്ക് സുഗമമായി ദർശനം നടത്താൻ കഴിയുന്നത് സർക്കാരിന്റെയും ദേവസ്വം ബോർഡിന്റെയും മുന്നൊരുക്കങ്ങൾ കൊണ്ടാണെന്നും മന്ത്രി കോട്ടയത്ത് പറഞ്ഞു. ഈ പ്രാവശ്യം ശബരിമല ദർശനത്തിന് വന്ന് മരണപ്പെട്ട ലിസ്റ്റ് വന്ന് കൃത്യമായി പരിശോധിച്ച് ഒരാൾക്ക് 5 ലക്ഷം രൂപ വെച്ച് അവരുടെ ആശുപത്രിയിൽ. അതിൽ ഇപ്പോൾ ഒരാൾ മാത്രമാണ് നമുക്ക് കാനനപാതയിൽ വെച്ച് കുഴഞ്ഞു വീണ് മരിച്ച ഒരു സംഭവം ഉണ്ടായി. പിന്നെ ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരത്തിലും കൊല്ലത്തിലും ഇടയ്ക്ക് വെച്ചിട്ടുണ്ടായിട്ടുള്ള ഒരു വന്യമരണം. അത് പ്രോപ്പർ ആക്സിഡന്റ് ക്ലെയിം വരും, പ്രോപ്പർ ഈ ക്ലെയിം വരും. ആ ക്ലെയിം കൃത്യമായി നമ്മൾ കൊടുക്കും. ഇത്തവണ കാര്യമായ മറ്റു വിധത്തിൽ അപകടങ്ങളോ വലിയ ദുരന്തങ്ങളോ ഒരു മാസ് ക്യാഷ് വാല്യൂ ഒന്നും ഉണ്ടായിട്ടില്ല. അതാണ് പൊതുവുള്ള കാര്യം. ഏറ്റുമാനൂരപ്പൻ ഭജനോത്സവത്തിന് തിരിതെളിഞ്ഞു. ഈ മാസം 26 വരെ നടക്കുന്ന ഭജനോത്സവത്തിൽ കേരളത്തിലെ 14 ട്രൂപ്പുകൾ പങ്കെടുക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഏറ്റുമാനൂർ ദേവസ്വവും ക്ഷേത്ര ഉപദേശക സമിതിയും സംയുക്തമായി ഭക്തജനങ്ങളുടെ പങ്കാളിത്തത്തോടെ നടത്തുന്ന ഏറ്റുമാനൂരപ്പൻ ഭജനോത്സവം ആരംഭിച്ചു. ഭജനോത്സവത്തിന്റെ ഉദ്ഘാടനം ഏറ്റുമാനൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അരവിന്ദ് SG നായർ നിർവഹിച്ചു. സിനിമാ താരം കോട്ടയം പുരുഷൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് ശങ്കരൻ നായർ, സെക്രട്ടറി PG സോമൻ, പ്രോഗ്രാം കോർഡിനേറ്റർ സജയകുമാർ മിത്രകാരി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ചു. ഡിസംബർ 26 വരെ എല്ലാ ദിവസവും വൈകുന്നേരം 7 മുതൽ കേരളത്തിലെ പ്രശസ്തരായ 14 ഭജൻസ് ട്രൂപ്പുകൾ പരിപാടി അവതരിപ്പിക്കും. ഞായറാഴ്ച വൈകുന്നേരം നടന്ന ഭജനയ്ക്ക് കോട്ടയം നാട്ടാശ്ശേരി ബ്രഹ്മസ്വരൂപ ഭജൻസ് നേതൃത്വം നൽകി.
വിശ്വാസികൾ ഭജനയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. ദളിത് ആദിവാസികളുടെ കാവ്, പതി, കോട്ടം, ശ്മശാനം എന്നിവ സംരക്ഷിക്കാൻ നിയമത്തിനും ക്ഷേമ ബോർഡിനും രൂപം നൽകണമെന്ന് വിവിധ ദളിത് ആദിവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. കോട്ടയത്ത് വാർത്താസമ്മേളനത്തിലാണ് ഇവർ ആവശ്യമുന്നയിച്ചത്. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ കാവുകൾ, പതികൾ, കോട്ടം, ശ്മശാനം തുടങ്ങിയ വിശ്വാസ ആചാര സ്ഥാനങ്ങളും അതുമായി ബന്ധപ്പെട്ട ഭൂമിയും സംരക്ഷിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്നും ഇവയുടെ സംരക്ഷണത്തിനും വികസനത്തിനും ക്ഷേമ ബോർഡിന് രൂപം നൽകണമെന്നും വിവിധ ദളിത് ആദിവാസി സംഘടനകൾ ആവശ്യപ്പെട്ടു. ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ പാരമ്പര്യ സമുദായ ശ്മശാനങ്ങൾ കയ്യേറുന്നത് തടയുന്നതിനായി 1970 ഒരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നുവെങ്കിലും അത് നടപ്പായില്ല. SC/ST വിഭാഗങ്ങളുടെ വിശ്വാസ സ്ഥാപനങ്ങൾ കയ്യേറുന്നത് കുറ്റകൃത്യമാണെന്ന് 1989 SC/ST അതിക്രമം തടയൽ നിയമത്തിൽ പറയുന്നുണ്ടെങ്കിലും ഭൂരിപക്ഷം കാവുകളും പതികളും നിലനിൽക്കുന്ന ഭൂമിക്ക് പട്ടയമോ മറ്റ് രേഖകളോ ഇല്ലാത്തതിനാൽ ഭൂമി അന്യാധീനപ്പെട്ടാലും കേസെടുക്കാറില്ല. നിരവധി മേഖലകളിൽ വിശ്വാസ ആചാര സ്ഥാനങ്ങൾ കയ്യേറ്റത്തിന് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. കേരള സർക്കാരിന്റെ ഭൂരേഖകൾ ഡിജിറ്റലൈസ് ചെയ്യലും പട്ടയ മിഷൻ പരിപാടിയും ദളിത് ആദിവാസി വിഭാഗങ്ങളുടെ വിശ്വാസ സ്ഥാപനങ്ങൾ നഷ്ടപ്പെടുന്നതിന് കാരണമാകും. കാവ്, പതി, കോട്ടങ്ങൾക്കും ശ്മശാനങ്ങൾക്കും കരമടയ്ക്കുന്ന നിലയിൽ ഭൂരേഖകൾ നൽകിയിട്ടില്ലെന്നും ഇവർ പറയുന്നു. ഈ സാഹചര്യത്തിലാണ് ഒരു നിയമനിർമ്മാണം ആവശ്യമായി വരുന്നതെന്നും ഇവർ പറഞ്ഞു. ഇത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയോ മറ്റ് സവർണ സമുദായത്തിലുള്ളവർ പിടിച്ചെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് കുൽസിത മാർഗങ്ങളുടെ കൈക്കലാക്കുകയോ ചെയ്യുന്ന രീതി കേരളത്തിൽ പ്രബലമാണ് എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് അടിയന്തരമായും ഇത് സംരക്ഷിക്കാനുള്ള ഒരു നിയമം കേരളത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. നിയമം മാത്രമല്ല, ഇതിൻ്റെ ഒരു സംരക്ഷണത്തിനും അതിൻ്റെ പരിപാലനത്തിനും വേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ക്ഷേമത്തിനും വേണ്ടിയുള്ള ഒരു ബോർഡ്, ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോർഡ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. കേരളത്തിലെ ആയിരക്കണക്കിന് വരുന്ന വിശ്വാസ സ്ഥാപനങ്ങളെക്കുറിച്ച് വിശദമായ ഒരു പഠന റിപ്പോർട്ട് ദളിത് ആദിവാസി സംഘടനകളും ആചാരസ്ഥാനീയരും കാവ്, കോട്ടം, പതികളുടെ സംരക്ഷണ കമ്മിറ്റികളും ഉൾപ്പെടുന്ന സമിതി തയ്യാറാക്കും. നിയമനിർമ്മാണത്തിന്റെ മുന്നോടിയായി സമഗ്രമായ സർക്കാർ ഉത്തരവോ ഓർഡിനൻസോ പുറപ്പെടുവിക്കാനും സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഇവർ പറഞ്ഞു. കോട്ടയത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ ആദിവാസി ഗോത്ര മഹാസഭ സംസ്ഥാന കോർഡിനേറ്റർ M. ഗീതാനന്ദൻ, ആദിജനസഭ ചെയർമാൻ VC സുനിൽ, CSDS വൈക്കം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് കുഞ്ഞുമോൻ പുളിക്കൽ, ഷീബ CK, TK രാധാമണി, CJ തങ്കച്ചൻ, ശ്രീജിത്ത് P. ശശി, ശിവാനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോട്ടയം. തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്ന് വനിതാ കോൺഗ്രസും ആവശ്യപ്പെട്ടു. പാലായിൽ നടന്ന വനിതാ സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന് കർശന നടപടികൾ ഉണ്ടാവണമെന്ന് കേരള വനിതാ കോൺഗ്രസ് M പാലായിൽ സംഘടിപ്പിച്ച വനിതാ സംഗമം ആവശ്യപ്പെട്ടു. പൊതുരംഗത്തേക്ക് കൂടുതൽ വനിതകൾ എത്തണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള കോൺഗ്രസ് M ചെയർമാൻ ജോസ് കെ മാണി MP അഭ്യർത്ഥിച്ചു. എല്ലാ മേഖലകളിലും വനിതകൾക്ക് ഇന്ന് കൂടുതൽ അവസരങ്ങളുണ്ടെന്നും ഭരണകാര്യങ്ങളിൽ വനിതകൾ കൂടുതൽ ശ്രദ്ധ കാണിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 60 വർഷം ഒരു തിരുത്തൽ ശക്തിയായി കേരള രാഷ്ട്രീയത്തിനെ നിയന്ത്രിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഒരു ജനപിന്തുണ ഉള്ളത് കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ പ്രാദേശിക പാർട്ടിയുടെ പ്രസക്തിയെ പറ്റി പലപ്പോഴും നമ്മൾ പറയുന്നുണ്ടെങ്കിൽ വ്യക്തമായി നമുക്ക് ഈ കഴിഞ്ഞ ദേശീയ തലത്തിലുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് എടുത്തു നോക്കുമ്പോൾ, അതിന്റെ ഫലമെടുത്തു നോക്കുമ്പോൾ ഒരു പരിധിവരെ പ്രതിപക്ഷത്തിന് ഇന്ന് ഭരണപക്ഷത്തിന്റെ ഏകാധിപത്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ ചെറുത്ത് തോൽപ്പിക്കുവാൻ കഴിയുന്നത് പ്രാദേശിക പാർട്ടിയുള്ളതാണ്. നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിസി ബേബി മുളയിങ്കൽ അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ MLA മുഖ്യപ്രഭാഷണം നടത്തി. യോഗത്തിൽ പ്രൊഫസർ ലോപ്പസ് മാത്യു, ബേബി ഉഴുത്തുവാൽ, ഫിലിപ്പ് കുഴികുളം, ബൈജു പുതിയടത്ത് ചാലിൽ, മുനിസിപ്പൽ ചെയർമാൻ ഷാജു തുരുത്തൻ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലാ. ജൂനിയർ ചേംബർ ബിസിനസ് കൂട്ടായ്മ ജെക്കോമിന്റെ ഉദ്ഘാടനം കോട്ടയത്ത് മന്ത്രി VN വാസവൻ നിർവഹിച്ചു. ധന മാഗസിൻ മാനേജിംഗ് ഡയറക്ടർ കുര്യൻ എബ്രഹാം മുഖ്യപ്രഭാഷകനായി. JC സെനറ്റർ ഉണ്ണികൃഷ്ണൻ കർത്ത അധ്യക്ഷനായി. JC രവീഷ് സതീഷ്, ഫിൽക്കോസ് ജനറൽ സെക്രട്ടറി PK ആനന്ദകുട്ടൻ, ദർശന സാംസ്കാരിക കേന്ദ്രം ഡയറക്ടർ ഫാദർ എമിൽ പുളിക്കാട്ടിൽ, ജെസ്സി ദിപു ദിലീപ് തുടങ്ങിയവർ പങ്കെടുത്തു. അറിയിപ്പ്
സംസ്ഥാനതല കർഷക കുടുംബ പുരസ്കാരത്തിന് എൻട്രികൾ ക്ഷണിക്കുന്നു. സംസ്ഥാനതലത്തിൽ മാതൃക കർഷക കുടുംബത്തെ കണ്ടെത്തി ആദരിക്കാനായിട്ടാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മുകളിൽ മത്തായി ലീലാമ്മ ദമ്പതികളുടെ വിവാഹ സൗവർണ ജൂബിലിയോടനുബന്ധിച്ച് 2017 മുതലാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. സുസ്ഥിര കൃഷി രീതിയോടൊപ്പം ജൈവ കൃഷി അവലംബനവും മണ്ണ് ജല കൃഷി പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളും ഇതര കാർഷിക സംരംഭക പ്രവർത്തനങ്ങളും പുരസ്കാരത്തിനായി പരിഗണിക്കുന്നതാണ്. കാർഷിക വൃത്തിയിൽ കുടുംബാംഗങ്ങളുടെ പങ്കാളിത്തവും സഹകരണവും മുഖ്യ മാനദണ്ഡമായിരിക്കും. അപേക്ഷകർ 3 പേജിൽ കവിയാത്ത വിവരണവും കൃഷിരീതികൾ പ്രതിപാദിക്കുന്ന ചിത്രങ്ങളോ ഫോട്ടോ വീഡിയോ സഹിതം അയക്കേണ്ടതാണ്. അപേക്ഷയോടൊപ്പം മറ്റു പുരസ്കാരങ്ങളുടെ വിശദാംശങ്ങളും ചേർക്കാവുന്നതാണ്. എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി 2025 ജനുവരി 15. വിജയായി തെരഞ്ഞെടുക്കപ്പെടുന്ന കർഷക കുടുംബത്തിന് KSSന്റെ നേതൃത്വത്തിൽ 2025 ഫെബ്രുവരി 2 മുതൽ 9 വരെ തീയതികളിൽ സംഘടിപ്പിക്കുന്ന 25ാമത് ചൈതന്യ കാർഷിക മേളയോടനുബന്ധിച്ച് പുരസ്കാരം സമ്മാനിക്കും. എൻട്രികൾ അയക്കേണ്ടത് എക്സിക്യൂട്ടീവ് ഡയറക്ടർ, കോട്ടയം സോഷ്യൽ സർവീസ് സൊസൈറ്റി, ചൈതന്യ, തെള്ളകം, PO 686-630, കോട്ടയം. വിവരങ്ങൾക്ക് ഫോൺ 7909231108. കാഞ്ഞിരപ്പള്ളി പൊതുമരാമത്ത് കെട്ടിട ഉപവിഭാഗ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിലേക്ക് ഔദ്യോഗിക ആവശ്യത്തിനായി വാഹനം വാടകയ്ക്ക് നൽകുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. കൊട്ടേഷനുകൾ ഡിസംബർ 26 വൈകിട്ട് 4 മണി വരെ ഓഫീസിൽ നൽകാം. വിവരങ്ങൾക്ക് ഫോൺ 8086395152. കുടുംബശ്രീ ബോയിലർ ഫാർമേഴ്സ് പ്രൊഡ്യൂസർ കമ്പനി ലിമിറ്റഡ് കമ്പനിയുടെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്നതിനും ഏകോപിക്കുന്നതിനും ഫാം സൂപ്പർവൈസർ തസ്തികയിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചു. യോഗ്യത: പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം അല്ലെങ്കിൽ പൗൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇരുചക്ര വാഹന ലൈസൻസ് എന്നിവയാണ്. പ്രായപരിധി 2024 ഡിസംബർ 1 30 വയസ്സ് കവിയരുത്. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷ ഡിസംബർ 28 വൈകിട്ട് 5-നകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ ജില്ലാ മിഷൻ 2ാം നില, ജില്ലാ പഞ്ചായത്ത് ഭവനം, സിവിൽ സ്റ്റേഷൻ PO കോട്ടയം 686-002 എന്ന വിലാസത്തിൽ നൽകണം. അപേക്ഷാ ഫോറം www.keralachicken.org.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. ഫോൺ 04812302-049. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോളി മടുക്കക്കുഴിയെ അറസ്റ്റ് ചെയ്യണമെന്ന് കോൺഗ്രസ്. കാഞ്ഞിരപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ചും ധർണയും. പ്രവർത്തകർ റോഡിൽ കുത്തിയിരുന്നു. ബ്രെയിൽ സാക്ഷരതാ പദ്ധതിക്ക് ആദ്യ ചുവട്. പ്രവേശനോത്സവം നടത്തി 40% കാഴ്ച പരിമിതിയുള്ളവരെ ബ്രെയിൽ ലിപിയിലൂടെ അക്ഷരലോകത്തേക്ക് എത്തിക്കും. പരാതി പരിഹാരത്തിനായി കരുതലും കൈത്താങ്ങും. ചങ്ങനാശ്ശേരി താലൂക്ക് തല അദാലത്തിൽ പരാതി പ്രളയം. നടക്കാതെ പോയ പല കാര്യങ്ങൾക്കും അദാലത്തുകളിലൂടെ പരിഹാരം കാണാനായെന്ന് മന്ത്രി VN വാസവൻ. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.